എല്ലാവരും ഒന്നുകൂടി ഒന്ന് കൈയടിച്ച് പാസ്സാക്കിയേ. നമ്മുടെ ജില്ലകളിലുള്ള കോർഡിനേറ്റർമാരാണ്. ഓരോ ജില്ലയിൽ ഓരോ കോർഡിനേറ്റർമാരാണ്. ഞാൻ വിളിക്കാം. ഞാൻ അവരുടെ സ്ഥലത്തിന് പേര് കാസർഗോഡ്. ഒന്നാമത് കാസർഗോഡ് ആരാണ്? ശിവപ്രസാദ്. അതെ. രണ്ട് കണ്ണൂർ ആരാണ്? കണ്ണൂരില്ല ഉണ്ടോ? പ്ലീസ് എല്ലാവരും ശ്രദ്ധിക്കണേ. അടുത്ത വയനാട്. അടുത്ത കോഴിക്കോട് ആരെങ്കിലും ഉണ്ടോ? കോഴിക്കോട്ടുകാരെങ്കിലും ഉണ്ടോ? നമ്മുടെ തിരിച്ചോട്ടുണ്ട്. കോഴിക്കോട് അടുത്ത മലപ്പുറം ഫർഹാൻ. അടുത്ത പാലക്കാട്. തൃശ്ശൂർ ആരെങ്കിലും ഉണ്ടോ? എറണാകുളം. ഇടുക്കി. ചേട്ടൻ റോയ്. അടുത്ത കോട്ടയായി മിലിൻ സാറുണ്ട്. കോട്ടയായി. ഇനി ആലപ്പുഴയിലേക്ക് പോകാം. ആലപ്പുഴ. എത്ര പൈസ? അടുത്ത പത്തനംതിട്ട ആരെങ്കിലുണ്ടോ? പത്തനംതിട്ട. ഓക്കെ. അടുത്ത കൊല്ലം നിഖിൽ ചായ എടുക്കാൻ പറ. മറ്റേ പ്രണവ് മോളി. ഒരാൾക്ക് അതല്ല, ഒരു ദിവസം 2 മെസ്സേജ് ഗ്രൂപ്പിൽ ഒരാൾ ഇടാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പ്രസിഡന്റ് സെക്രട്ടറി അല്ല അവര് ഗ്രൂപ്പ് എടുത്ത് തീരുമാനിക്കും. നിങ്ങൾ 10 പേര് ഇരുന്നിട്ട് 7 ഭരണസമിതി അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മളുടെ ഗ്രൂപ്പിലിട്ട ബ്ലഡ് ഗുഡ് എന്ന് പറയുന്ന ഒരു AI ഷോർട്ട് ഫിലിം കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ 40 മിനിറ്റോളമുള്ള ഒരു AI ഷോർട്ട് ഫിലിം ചെയ്ത നമ്മളുടെ മെമ്പറാണ് പ്രണവ് മോളി. അപ്പം പ്രണവ് ചെയ്ത ഷോർട്ട് ഫിലിം നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വീണ്ടും നമ്മുടെ ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് തരാം. അല്ല എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ അത് കാണാത്തവർ കാണുക. കണ്ടവർ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ, എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ AI സാങ്കേതിക വിദ്യ ഇപ്പോൾ എല്ലായിടത്തും നിലവിൽ വന്ന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ മെമ്പേഴ്സിന് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാവുന്നതാണ്. ആ ഷോർട്ട് ഫിലിം പൊതുവെ ആരും കണ്ടിട്ടില്ല. കാരണം ഈ ദൈർഘ്യമാണ് എല്ലാവർക്കും പ്രശ്നം. 41 മിനിറ്റ് മിക്കവരും ഇംഗ്ലീഷാണ്. നമുക്ക് മലയാളത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം മലയാളം ചെയ്താലും അത് അത്ര പെർഫെക്ഷൻ കിട്ടത്തില്ല. ആ ഡയലോഗൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് അത്ര കറക്റ്റായിട്ട് കിട്ടത്തില്ല. പക്ഷെ ഇംഗ്ലീഷ് ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ നമുക്ക് അഡ്വാൻസ് കറക്റ്റായിട്ട് കിട്ടും. അപ്പൊ ഞാൻ പിന്നെ കുറെ നാൾ സിനിമയാണല്ലോ എല്ലാവരും സ്വപ്നം. ഞാൻ അതിന് പുറകെ കുറെ ഓടിയെന്നാണ്, ഒന്നും ശരിയായില്ല. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി ഇങ്ങനെ ഇടണം ചെയ്യുന്ന കാര്യം ചെയ്തിട്ടില്ല. മിക്കവരും ഓരോരുത്തരും നായകന്മാരെ ഫേസ് വെച്ച് ഓരോ ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ കോമഡി ആയിട്ട് അല്ലാതെയൊക്കെ ചെയ്യുന്നുണ്ട്, സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചതാണ്, ഇപ്പൊ എനിക്ക് ഒരു ഷോർട്ട് ഫിലിം എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചിന്തിച്ചപ്പോ അങ്ങനെ തോന്നി. ഞാൻ ഓരോ ചെയ്തു. അപ്പൊ നമ്മൾ സിനിമയുടെ ഓരോ ഷോട്ട് എടുക്കുന്ന പോലെ അതിൽ ചെയ്തത് മൊത്തം ഓരോ ഷോട്ട് വെച്ച് 600 ഷോട്ടാണ് ഞാൻ ചെയ്തത്. മൊത്തം 600 ഷോട്ടിന് വേണ്ടി 1000 പ്രോംപ്റ്റ് ഞാൻ ഉപയോഗിക്കേണ്ടി വരും.
അപ്പൊ അത്രത്തോളം റിസ്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 6-7 മാസം എടുത്തത് ചെയ്യാൻ തന്നെ. അപ്പൊ സ്ക്രിപ്റ്റ് റെഡിയാക്കി ഓരോ ഷോട്ടിനും കണ്ടിന്യൂറ്റി മിസ്സാവുന്ന രീതിയിൽ മാക്സിമം ലോജിക്ക് നമുക്ക് നോക്കാൻ പറ്റില്ല, കാരണം 7 ഷോർട്ട് ഫിലിമാണ്. അപ്പം അതിന് മാക്സിമം ലോജിക്കൊക്കെ വെച്ച് കുറച്ച് പാടുപെട്ട് ചെയ്യാൻ ഒരുപാട് കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറെ സ്ട്രഗിൾ ചെയ്തത്. അപ്പൊ അത് വലിയ റീച്ചില്ല, കാരണം ഈ ഒരു പ്രശ്നം തന്നെയാണ്, ദൈർഘ്യം തന്നെയാണ് എല്ലാവർക്കും ഒരു പ്രശ്നം. ഈ ദൈർഘ്യം അത്ര 40 മിനിറ്റ് ഒക്കെ കാണാൻ തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം ഇനിയിപ്പോ ഞാൻ അതിന്റെ 2ാം ഭാഗം നോക്കുന്നുണ്ട്. അത് വെബ് സീരീസ് പോലെ ഒരു 40 മിനിറ്റ് അല്ല, ടോട്ടൽ 50 മിനിറ്റ് ആണെങ്കിൽ ഓരോ എപ്പിസോഡ് 10 മിനിറ്റ് വെച്ച് ചെയ്ത് ആളുകൾക്ക് ഒരാഴ്ചയിൽ ഒരു എപ്പിസോഡ് വെച്ച് ഇറങ്ങി കഴിഞ്ഞാൽ മിക്കവരും അത് കാണും. എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആളുകൾക്ക് മനസ്സിലാവണം എന്നൊന്നും ഇല്ല. നമുക്ക് എയിൽ ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇപ്പൊ എയിൽ ഇത്ര നല്ല വിഷ്വൽ വെച്ച് ആളുകൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും. കാരണം അതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും സൗണ്ട് ഡിപ്പാർട്ട്മെന്റും ഒരു സിനിമയുടെ മൊത്തം ത്രൂ ചെയ്യേണ്ട വർക്ക് ഞാൻ ഒരാളിരുന്ന് മൊത്തം ചെയ്യേണ്ടി വന്നിരിക്കും അത്ര. അപ്പൊ വേറെ ഹെൽപ്പിനായിട്ടാണെങ്കിൽ എന്റെ ഒരു 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒന്ന് മീനാക്ഷിയും ഹേമന്താണ്. ഇവരാണ് എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പൊ ഇവരൊക്കെ ആണെങ്കിൽ ഡയലോഗൊക്കെ എഴുതി, ഞാൻ മലയാളത്തിൽ കഥ എഴുതി ഇംഗ്ലീഷിലെ ഡയലോഗ് എഴുതി അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഒന്നും നോക്കിയിട്ടില്ല, കാരണം നമ്മൾ ഒരു റീച്ച് പ്രതീക്ഷിച്ചാണല്ലോ ഇതെല്ലാം നമ്മൾ ചെയ്യണത്. പക്ഷെ അത് കിട്ടാതെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും അങ്ങോട്ട് ചെയ്യാൻ കഴിയും. പിന്നെ അങ്ങോട്ട് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്തിട്ടില്ല, എനിക്ക് ഒരെണ്ണം നോക്കുന്നുണ്ട്. അതാണെങ്കിലും ഞാൻ അതിനുവേണ്ടി അത് എഫേർട്ട് എടുക്കുന്നില്ല, സമയമുള്ള പോലെ ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്തായാലും അത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു മഹേഷ് എന്നൊരു ചേട്ടൻ വീഡിയോ കണ്ടിട്ട് കൊള്ളാന്ന് പറഞ്ഞു. വേറെ സാർ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, പേര് അറിയത്തില്ല പുള്ളിയുടെ, അതിന്റെ നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും നന്ദിയുണ്ട്, കാരണം അത്രമാത്രം എഫേർട്ട് ചെയ്ത് ഇനിയിപ്പോ ഒരാൾ നല്ലൊരു അഭിപ്രായം പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കുറച്ചു പേര് പറഞ്ഞത് ഭയങ്കര സന്തോഷമുണ്ട്. ഒന്നുമില്ല, ഇത്ര എനിക്ക് പറയാനുള്ളത്. ശരി, താങ്ക് യു. വെച്ച് സിനിമ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് 2.5 മണിക്കൂർ ചെയ്യാനാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ ഞാൻ ഈ 42 മിനിറ്റിൽ ചെയ്തപ്പോൾ 6-7 മാസം എടുത്തു. നമ്മളൊരു സിനിമ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നല്ല ലെങ്തും പിന്നെ അതിനനുസരിച്ചുള്ള ഫണ്ട് കാര്യങ്ങളും നല്ല ഇതാവും. ഞാൻ ഇപ്പൊ ചെയ്ത ഷോർട്ട് ഫിലിമിന് വലിയ ഫണ്ട് ആയിട്ടില്ല, കാരണം അത് കുറെ ഫ്രീ ലിമിറ്റ്സ് വെച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഫ്രീ ആയിട്ട് കിട്ടുന്ന ലിമിറ്റ്സും പിന്നെ അല്ലാതെ ഒരു 700 രൂപയും 2000 രൂപയൊക്കെ അടുപ്പിച്ചാണ് എനിക്ക് ആയിട്ടുള്ളത്. കാരണം അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ ചെയ്തത് ഒരു ആക്ഷൻ അഡ്വഞ്ചർ ആ ടൈപ്പാണ്. ഒരു കാട്ടിനകത്ത് നിധി എടുക്കാൻ പോകുന്ന ഒരു കഥയാണ്. ക്ലീഷയാണ്, പക്ഷെ ഞാൻ എന്റേതായ വിഷയം ചെയ്തു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഇതേപോലൊരു ഇനിയിപ്പോ ഞാൻ ഞങ്ങൾ ട്രൈ ചെയ്യണില്ലേ, പിന്നെ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യണം. അപ്പൊ അവിടുത്തെ സമയം കിട്ടണമെന്നനുസരിച്ച് ഞാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ വേറെ ആളുടെ ചെയ്യാതെ ഞാൻ പറഞ്ഞു. എനിക്ക് ഹെൽപ്പ് ചെയ്യാനില്ല, ഞാൻ തന്നെയാണ് എല്ലാം കമ്പനി ചെയ്യുന്നത്. അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് അങ്ങനെ അറിയില്ല. ആകെ എനിക്ക് ഡയലോഗിന് മാത്രം എന്റെ 2 സുഹൃത്തുക്കൾ ഹെൽപ്പ് ചെയ്തത്, അല്ലാതെ ഇതിന്റെ ഫുൾ പരിപാടി ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്തത്. ടൂൾസ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്ന് ഇമാജിൻ ആർട്ട് എന്നൊരു സൈറ്റ് ഉണ്ട്, ഇമാജിൻ ആർട്ട്. അതൊന്ന്, അതില് മിക്കവരും ഗൂഗിൾ ജെമിനിയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യണത്, പ്രോംപ്റ്റ് യൂസ് ചെയ്യാൻ. ഞാൻ സീ ഡ്രീം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് 4 ഉണ്ട്, 4.5 ഉണ്ട്. 4.5 വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ സീ ഡ്രീം 4.5 നമ്മളപ്പോ ഫോട്ടോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ വെച്ച് കറക്റ്റ് പ്രോംപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഞാൻ ഗ്രൊക്ക് യൂസ് ചെയ്ത്, അതായത് നമ്മുടെ ട്വിറ്ററിൽ ഇപ്പം നെക്സ് എന്ന നെയിമാണ്, ട്വിറ്റർ യൂസ് ചെയ്ത് ട്വിറ്ററിന്റെ ഒരു ഭാഗമാണ് ഗ്രൊക്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. ഈ ഗ്രൊക്ക് വഴി നമുക്കത് ഇമോഷൻ കൊടുക്കാൻ പറ്റും. ഒരു ഡയലോഗ് ഡെലിവറി ആണെങ്കിൽ അതിന്റെ ഇമോഷൻസ് വെച്ച് നമുക്ക് അതിന്റെ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അത് കറക്റ്റ് ജനറേറ്റ് നമുക്ക് അത് സംസാരിക്കാൻ പറ്റും. പിന്നെ ഒരു 5 സീക്വൻസ് ആണെങ്കിൽ 10 സെക്കൻഡ്സിൽ വരുന്ന രീതിയിലുള്ള ആംബിയൻസിൽ ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 5 സീക്വൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ഷോട്ടും നമുക്ക് ഓരോ പ്രോംപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ഗ്രൂപ്പ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് ഞാൻ ഗ്രൂപ്പ് ഇമാജിൻ ആർട്ട് പിന്നെ ബൈപ്ലസ് അങ്ങനെയുള്ള കുറച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ബൈപ്ലസ് ഉണ്ട്, പിന്നെ ഗ്രൂപ്പ്. ഇതിലെല്ലാത്തിനും നമുക്ക് സീ ഡ്രീം കിട്ടും. സീ ഡ്രീം ആണ് മെയിൻ. സീ ഡ്രീം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ നമുക്ക് ആ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചിലവര് ഫോട്ടോ ജനറേറ്റ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് വീഡിയോ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് വരും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സീക്വൻസ് അടുത്തതിൽ വരത്തില്ല. ഞാൻ ഇതേപോലെ ഒരു 600-700 കൂടുതൽ ഇതുപോലെ ഫോട്ടോ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം നല്ല ഷോട്ടുകളാക്കി ഓരോന്നോരോ മോഷൻ കൊടുത്ത് അഡോബ് പ്രീമിയറിലിട്ട് മാച്ച് ചെയ്യിപ്പിച്ചിട്ട് അതിനനുസരിച്ച് സിറ്റുവേഷൻ ഈസിലി ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഇംഗ്ലീഷ് പാട്ടൊക്കെ ആണെങ്കിൽ ഞാൻ മലയാളത്തിൽ ലിറിക്സ് എഴുതി അതിനെ ഇംഗ്ലീഷ് ആക്കി അത് കറക്റ്റ് ആക്കി അതിന്റെ വേർഡിങ്സ് കറക്റ്റ് ആക്കിയിട്ട്
അത് വെച്ചൊരു സോങ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ആ സോങ് കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിനനുസരിച്ചുള്ള എല്ലാം AI തന്നെയാണ്. അതിനകത്ത് AI അല്ലാതെ യൂസുകളൊന്നും ഇല്ല. പോസ്റ്റർ ആണെങ്കിലും ഇപ്പം അതിന്റെ വിഷ്വൽ സൈഡ് എല്ലാം മ്യൂസിക് സൈഡ് എല്ലാം AI ഡിപ്പാർട്ട്മെന്റ് ചെയ്തു. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ മുമ്പില് ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ പല സംസ്ഥാനങ്ങളും കിട്ടിട്ട് ഇദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറയുന്നു. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു ഷോർട്ട് ഫിലിം നിർമ്മിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോ നിഴൽവ്യാപാരികൾ എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ അഭിനയിച്ചു. അതിന്റെ സംവിധായകൻ ആദ്യമായിട്ട് മലയാള സിനിമയിൽ AI സാങ്കേതിക വിദ്യ വാഴാത്ത ഭൂമി എന്ന് പറഞ്ഞ ഒരു സിനിമ സംവിധാനം ചെയ്തത്. അതാണ് ആദ്യത്തെ മലയാള ചിത്രം. ഇറങ്ങാൻ പോവുകയാണ് AI സാങ്കേതിക. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിക്കുന്ന ഒരാൾ അത് ചെയ്തെന്ന് പറയുമ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഭരണസഭയിൽ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സുനിൽ കേസ് ആണ്. സുനിലിനെ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തു. രണ്ടാമതായിട്ട് നമ്മുടെ സെക്രട്ടറി തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ശൈലജയാണ്. ശൈലജ മേഡത്തെ യോഗത്തിൽ നമ്മുടെ ഡൈസിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തു. മൂന്നാമതായി നമ്മുടെ ട്രഷറാണ്. ട്രഷറായിട്ട് നമ്മുടെ ഗിരി സാറിനെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. വൈസ് പ്രസിഡന്റുമാരി തെരഞ്ഞെടുക്കുന്നത് അഷ്റഫ് തീരവും അൻസാറുമാണ്. രണ്ടുപേരെയും വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. അടുത്ത ജോയിന്റ് സെക്രട്ടറിമാരാണ് വർമ്മ സാറ് ആൻഡ് ജിനേഷ്. അവരെയും യോഗത്തിലേക്ക് വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. ഇനിയുള്ളത് എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. അൻസാർ, റിയാദ്, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സുനിൽ സാർ, സെക്രട്ടറി ശൈലജ മേഡം, ട്രഷറർ ഗിരീഷ് സാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, പ്രിയ ഗോൾഡ് സ്റ്റോണിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഗോൾഡ് സ്റ്റോൺ ഇപ്പോൾ 4ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ ഗോൾഡ് സ്റ്റോണിനെ ഇതുവരെ എത്തിച്ചത്. നമ്മൾ അതിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ നമ്മൾക്ക് ഗോൾഡ് സ്റ്റോൺ വഴി നമുക്കൊരു സിനിമ ചെയ്യാൻ സാധിക്കാത്തതിന് അത് നമ്മുടെയൊക്കെ കുറ്റമായിട്ട് തന്നെ നമ്മളതിനെ കാണുന്നു. കാരണം ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പോലും പല പ്രോജക്റ്റുകളും നമ്മളത് മുന്നോട്ട് നീക്കിയിരുന്നു. പക്ഷേ ഒന്നും അത് വർക്കൗട്ടായില്ല. അതിന് പല കാരണങ്ങളും എനിക്ക് മാനസികമായി പറയാനുള്ള പല കാരണങ്ങളുണ്ട്. അതിന് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കി അവരെ സഹായിക്കാനുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഗോൾഡ് സ്റ്റോൺ ഈ ഒരു നിലയിലല്ല, വലിയ നിലയിലെത്തുകയും കുറേ സിനിമകൾ ഗോൾഡ് സ്റ്റോൺ വഴി ഇറങ്ങുകയും അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റോണിൽ തന്നെ നമുക്ക് പല പ്രൊഡ്യൂസേഴ്സ് വന്ന് അവരെ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് സിനിമകൾ ചെയ്യാൻ പറ്റും. ഗോൾഡ് സ്റ്റോണിന്റെ സിനിമ ചെയ്തില്ലെങ്കിലും ഗോൾഡ് സ്റ്റോണിലുള്ള ആളുകളെ വെച്ച് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റും. അവിടുത്തെ പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ അവരെ കോർഡിനേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഗോൾഡ് സ്റ്റോൺ മാറിയാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാകത്തുള്ളൂ. കാരണം പല ആളുകളും നല്ല റൈറ്റേഴ്സ് ഉണ്ട്, പക്ഷെ അവർക്ക് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി കഥ പറയാനുള്ള അവസരങ്ങളില്ല. അപ്പം അത് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഗോൾഡ് സ്റ്റോൺ വഴി അവർക്ക് ചെയ്തു കൊടുക്കുകയും അത് മാത്രമല്ല അഭിനയിക്കാനുള്ള ഇഷ്ടംപോലെ കഴിവുള്ള ആളുകൾ നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ ഗോൾഡ് സ്റ്റോണിലുണ്ട്. പക്ഷെ അവർക്ക് അതിനുള്ള അവസരങ്ങൾ ഇടുകയും പിന്നെ രണ്ടാമത്തെ പല കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സുഖങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചിറങ്ങിയാൽ മാത്രമേ നമുക്ക് സുഖം കിട്ടത്തുള്ളൂ. കാരണം പല ആളുകളും അഭിനയിക്കണമെന്ന് വലിയ താല്പര്യമാണ്. അവർക്ക് സിനിമ ഡയലോഗ് പറയാൻ അറിയത്തില്ല, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല. നമ്മൾ സാധാരണ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒരു അക്കൗണ്ടൻസ് ആയാലും പോലെ ഒരു BCom ഒക്കെ പാസ്സായിട്ട് അത്യാവശ്യം ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമായിട്ട് നമ്മുടെ ജോലിക്ക് പോകും. സിനിമ അഭിനയിക്കുമ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും TV കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കുന്നത് ഇത് വളരെ ഈസിയാണ്, അവർക്ക് ലക്ഷ്യമായിട്ട് ജീവിക്കാവുന്നതല്ല. സിനിമ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള പറയുന്നത്. ഇത് പഠിക്കാതെ ഒരു കാരണവശാലും നമുക്ക് ഇതിൽ വിജയിക്കാൻ പാടില്ല. സാധാരണ ഇതിൽ റിസൾട്ട് കിട്ടുന്നത് 10 വർഷം.
ഞാൻ പഠിച്ചിടത്തോളം 10 വർഷം കൊണ്ടോ ആർക്കും ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്ര ടാലന്റും ബന്ധങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചോണം, സിനിമയിലെ ആർട്ടിസ്റ്റിന്റെയും ഡയറക്ടേഴ്സിന്റെയും മക്കൾ ഇപ്പോൾ ഡയറക്ടേഴ്സും ആർട്ടിസ്റ്റും തന്നെ നിൽക്കുന്നതിന്റെ മെയിനായിട്ടുള്ള കാരണം അവർക്ക് ബന്ധങ്ങളുണ്ട്. പക്ഷെ നമ്മളെന്തോ ഗോൾഡ് സ്റ്റാർ പറയുമെന്ന് പറയാൻ നമ്മൾ ആ ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ സിനിമയിലേക്ക് കൈപിടിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ ഈ ലക്ഷ്യബോധമല്ലായിരുന്നു. പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ കുറേ വ്യതിരിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോയതുകൊണ്ടാണ് നമ്മുടെ ഗോൾഡ് സ്റ്റാർ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ പറ്റിയത്. പക്ഷെ എനിക്ക് ഒരു അഭിപ്രായമുള്ളൂ, ഗോൾഡ് സ്റ്റാറിന്റെ പുതിയ ഭരണസമിതി അതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഏറ്റവും നല്ല രീതിയിൽ തന്നെ പുതിയ പുതിയ സിനിമകൾ ചർച്ച ചെയ്യും. അത് മാത്രമല്ല, പുതിയ ആളുകൾ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ സ്റ്റോറിയായിട്ട് ഒരാൾ വരുന്നെങ്കിൽ അയാൾക്ക് കറക്റ്റായിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് എടുത്തു കൊടുക്കാനും അവിടെ എത്തിച്ച് കൊടുക്കാനും ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഗോൾഡ് സ്റ്റാറിനെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം 1-2 പടം അവർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അതിലാളായി മാറും. അതുപോലെ തന്നെ അഭിനയിക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാർ 100 ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. പക്ഷെ അവർക്ക് ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ എന്നും 1000 രൂപയും ജൂനിയർ ആർട്ടിസ്റ്റുമാണ് എന്നും അതല്ല. അവർക്ക് അതിന് മാറ്റം ഉണ്ടാകണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ട്രെയിനിങ് വേണം. ഗോൾഡ് സ്റ്റാർ വഴി ട്രെയിനിങ് ഒന്നും നടക്കുന്ന കാര്യമല്ല. നമ്മൾ പലവട്ടം ദയവായി സംസാരിക്കാതിരിക്കാൻ പ്ലീസ് ഇവിടെ ശ്രദ്ധിക്കാം പ്ലീസ്. എൻ്റെ ഒരു കോൺസെൻട്രേഷൻ പോകും. നമ്മള് ഗോൾഡ് സ്റ്റാർ വഴി ഒരു കാരണവശാലും നമുക്ക് ഇനി സ്റ്റഡി ക്യാമ്പുകളോ കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ നമുക്ക് പാടാം. കാരണം അതിനുള്ള ടൈം ഒരു പ്രശ്നമാണ്. ഒന്നുകിൽ ഇത് കണ്ടക്ട് ചെയ്യുക, അവരിൽ ആരെങ്കിലും ഏൽപ്പിക്കുക, അവരെ കൊണ്ട് നമുക്ക് ഗോൾഡ് സ്റ്റാർ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ആളുകൾ എപ്പോഴും എല്ലായിടത്തും മികച്ചു നിൽക്കും. അവർക്ക് ജീവിതത്തിൽ ഭാഗമുണ്ടാവും. അല്ലാതെ ഇന്നും വണ്ടി ഓടുന്ന പോലെ തന്നെ ഓടിയാൽ ഇത് 10 വർഷം കഴിഞ്ഞാൽ ഗോൾഡ് സ്റ്റാറിന്റെ വണ്ടി ഇങ്ങനെ തന്നെ ഓടും. നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു മാറ്റങ്ങളുണ്ടായി പുതിയ ഭരണസമിതി ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് വേണമെങ്കിൽ വലിയ ആളുകളുടെ ഉപദേശം അവർക്ക് നേടാൻ പറ്റും. അവർക്ക് തേടി ഇത് എന്ത് കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പഠിച്ച് ഈ ഗോൾഡ് സ്റ്റാറിൽ ഒരു നല്ല നിലയിലെത്തിക്കണം. കാരണം അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. കാരണം ഇതിനു വേണ്ടി ഒരു ഇഷ്ടംപോലെ സമയവും സാമ്പത്തികവും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും. അപ്പൊ അതിന് നാളെ ഇത് തകർന്ന നിലയിലേക്ക് കാണാനായിട്ട് ഒരിക്കലും നമുക്ക് സമ്മതിക്കുന്നില്ല നമ്മൾ. കാരണം ആ ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങളൊക്കെ തിരിച്ച് വീണ്ടും ഞങ്ങൾ തന്നെ ഇതിലേക്ക് തന്നെ തിരിച്ചു വരും. അത് വേറെ കാര്യം. കാരണം ഞങ്ങളുടെ കുട്ടിയായി ഗോൾഡ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നുള്ളൂ. കാരണം പുതിയ സാധ്യത അവർ വളരട്ടെ എന്നുള്ളതിങ്ങനെ ഞങ്ങൾ നോക്കിക്കാണാണ് ചെയ്യുന്നത്. ഈ ഗോൾഡ് സ്റ്റാറിന്റെ തകർച്ച ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കുന്നില്ല. ഞങ്ങളെല്ലാം വീണ്ടും പഴയ പോലെ തന്നെ ഞങ്ങൾ തിരിച്ചു വരും. മറ്റുള്ളവർക്ക് ഞങ്ങൾ അവസരം കൊടുക്കുകയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അപ്പം ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ മുമ്പോട്ട് പോട്ടെ എന്നുള്ള ആശംസിച്ച് എല്ലാവർക്കും നല്ല അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എൻ്റെ പേര് KS നായർ, എൻ്റെ റോളെന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ട് നമ്മൾ ഈ ഗോൾഡൻ സ്റ്റാർ പറയുന്നത് ഇത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊണ്ടിരുന്ന 3-4 പേരാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് മാറിയിരിക്കുന്നത്. അവർക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ടായിരുന്നു, അതവർ പറയുകയും ചെയ്തു. പിന്നെ പുതിയ ഭരണസമിതി ഇപ്പം എന്താണ് അവരുടെ ഫാക്ട് എന്താണെന്ന് അവർ മനസ്സിലാക്കി അവർ പറഞ്ഞു. ശേഖർ പറയുന്നുണ്ടായിരുന്നു അവരുടെ ആ ഒരു സഞ്ചാര വഴി തന്നെ മാറിപ്പോയതുകൊണ്ടാണ് പ്രൊജക്ട്സ് നടക്കാത്തത്. അപ്പൊ ഇനി അത് ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ഭരണസമിതി എല്ലാവരും വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. സുനിൽ സാറ്, ഗിരീഷ് സാറ്, പിന്നെ നമ്മുടെ ഡയറക്ടർ ജിഗേഷ്, ഒക്കെ ഇവരെല്ലാവരും വളരെ നല്ലൊരു ആക്ടറാണ്. നമ്മുടെ അൻസാറ്, ഇവരെല്ലാവരും വന്നുള്ളവരാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് വർമ്മ സാറിനെ കൊണ്ട് ചെയ്യിക്കാനുള്ളൊരു പരിപാടിയായിട്ട് മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് പുതിയ ഭരണസമിതി ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് ഈ ജില്ലാ കോർഡിനേറ്റർമാരെ തെരഞ്ഞെടുത്തത് ഈ ജില്ലാ കോർഡിനേറ്റർമാര് സുനിൽ സാർ രാവിലെ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പിനെ ജില്ലയാടിസ്ഥാനമാക്കിക്കൊണ്ട് ആ ഗ്രൂപ്പിനെ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ കൺസെപ്റ്റിലേക്ക് ഫിലിം അവർക്ക് പിന്നെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അതെല്ലായിടത്തും കോർഡിനേറ്റർ ആയി കഴിഞ്ഞു, എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ. എന്നെ സംബന്ധിച്ച് ഞാൻ നാട്ടിലില്ലാത്തവരാണ്, അത് കൂടുതൽ സഹകരിച്ച് പോകുന്ന ആഗ്രഹമുള്ളവരാണ്.
പക്ഷേ എന്നാലും നാട്ടില്ലാത്തതുകൊണ്ടാണ്. നാട്ടിലുള്ളപ്പോൾ എൻ്റെ ഒരു സഹകരണം എപ്പോഴും ഉണ്ടാവും കൂട്ടത്തിൽ. ഓക്കെ, ഏതായാലും നല്ല രീതിയിൽ പോട്ടെ. ജിൻ സാറും പിന്നെ ഷിയാ സാറും ഷാൻ സാറ് ഇവരെല്ലാം നിങ്ങൾ ഒപ്പം തന്നെ ഉണ്ടാവണം. ഷിയാ സാർ പറഞ്ഞ പോലെ ആ ഒരു അഷുറൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇവരാരും പിന്നോട്ട് പോകുന്നവരല്ല, നമ്മളോടൊപ്പമുള്ളവരാണ്. അവര് നമ്മുടെ തന്നെ ആളാണ്. അവർ നമ്മളോടൊപ്പം ഉണ്ടാവും. പക്ഷെ നമ്മളിൽ ഒരു പാഴ്ച വന്നു കഴിഞ്ഞാൽ അവരത് ഇടപെടും എന്നാണ് അവർ പറഞ്ഞത്. അതിനുള്ള സാഹചര്യം നമുക്ക് കൊടുക്കാണ്ടിരിക്കാം. നല്ല രീതിയിൽ പോട്ടെ. അവരുടെ ഉപദേശങ്ങൾ നമുക്ക് വേണ്ടുന്ന സമയത്ത് എടുക്കാനുള്ളൊരു സർവനസ് കൂടെ ഈ പുതിയ ഭരണസമിതി കാണിക്കണം. കാരണം അവരാണ് ഇതിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. സാറോട് മറന്നോടല്ല പറയുന്നത്, ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. പില്ലർ എന്ന് പറയുന്നത് 4 പില്ലർ അവരാണ്. അപ്പൊ അവരൊരിക്കലും നമ്മൾ മാറ്റി നിർത്തരുത്. എന്തുണ്ടെങ്കിലും അവരുടെ അഡ്വൈസ് നമ്മൾ സ്വീകരിക്കണം എന്നുള്ള കാര്യം ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കൂടെ എനിക്കുണ്ട്. അഡ്വൈസറി കമ്മിറ്റി എന്നുള്ളത് രീതിയിൽ നിന്ന് മാറ്റി നിർത്തിയത് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല. പക്ഷെ എന്നാലും അവർ സ്വയം മാറിയത് കൊണ്ടാണ് മാറിയതും സുരേഷ് സാറിന്റെ റിക്വസ്റ്റും കൂടെ മാനിച്ചിട്ടാണ് അങ്ങനെ ഒരു ഇത് തന്നെ മാറ്റിയത്. പക്ഷെ ഒരു അഡ്വൈസറി കമ്മിറ്റി വേണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇപ്പൊ നിങ്ങൾ പുതിയ ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും പാളിച്ചകൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്നല്ല ഇവര് 3 പേര് അല്ലെങ്കിൽ പോലും വേറെ ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടേഴ്സോ നിങ്ങളുടെ സർക്കിളിലുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു കോർഡിനേഷനോട് കൂടി നല്ലൊരു അഡ്വൈസോട് കൂടി നിങ്ങൾ വീണ്ടും ഇതിന് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഞങ്ങളെല്ലാവരും വന്നത് 1250 രൂപ കൊടുത്ത് എന്തൊക്കെയോ ആവണമെന്നല്ല. നമ്മുടെ ആഗ്രഹം എല്ലാവർക്കും ഒരു പാഷനുണ്ട്. അതുകൊണ്ട് നമ്മൾ വന്നതാണ്. ഒരു ചാൻസ് ഞങ്ങൾക്ക്. പിന്നെ കുറെ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നതിന് നമ്മൾ പരിചയപ്പെട്ടു. ഗ്രൂപ്പിലൂടെ ആയാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളായാലും ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട്സ് ഉണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ശാന്തമൂരി മേഡം പുള്ളിക്കാരത്തി ആൽബം ചെയ്തു, ഞാൻ അതിനകത്ത് അഭിനയിച്ചു. പിന്നെ ഇപ്പോൾ വേറൊരു ഷോർട്ട് ഫിലിം അവർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് അൻസാർത്താരായിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ പലരും അതിനകത്തുണ്ട്. പുള്ളിക്കാരത്തി ഇപ്പൊ വേറെ ചെയ്യാനുള്ള പരിപാടിയുണ്ട്. ഇങ്ങനെ ഓരോ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് നമുക്ക്. ഇവിടെ കോർഡിനേഷൻ, ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞ കോർഡിനേഷൻ ഇല്ലായ്മയാണ് പ്രശ്നം. ഇപ്പൊ ഏരിയ വൈസ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് നമ്മൾ തുടങ്ങിയ ആ ഒരു ഗ്രൂപ്പ് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റും. ഒരു ഗ്രൂപ്പ് ഒരു 2 മാസം കൂടുമ്പോൾ ഒരെണ്ണം ചെയ്താൽ പോലും നമുക്ക് ഗോൾഡൻ സ്റ്റോമിന്റെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് കഴിവുള്ള ആൾക്കാർ മുന്നോട്ട് വന്നിട്ട് അത് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം. പുതിയ ഭരണസമിതിക്ക് എന്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. ഈ ഒരു വർഷം 26-27 നമുക്കൊരു നല്ല തുടക്കമാവട്ടെ, നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ബഹുമാനപ്പെട്ട പുതിയ അധ്യക്ഷൻ, പ്രിയമുള്ളവരെ, 2026-27 വർഷത്തെ നമ്മുടെ പുതിയ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇവർക്ക് ഞാൻ എല്ലാ വിജയാശംസകളും നേരുകയാണ്. നമ്മളുടെ ഗോൾഡൻ സ്റ്റോമിൻ്റെ എല്ലാവിധ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇലക്ട്രിക്കൽ ട്രെയിനി ആയിട്ട് വരുമ്പോൾ, ഇത് കൊച്ചി ആയതുകൊണ്ട് സിനിമാക്കാരുടെ നാടായതുകൊണ്ട് ഒരു മോഹവും എനിക്കുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും സിനിമയിൽ എൻ്റെ കഥ സിനിമയാക്കണമെന്നുള്ളത്. അതൊരു 1990 മുതൽ ആരംഭിച്ചതാണ്. അങ്ങനെ പല ആൾക്കാരെയും ആ സമയത്തൊക്കെ സമീപിച്ചു. പല ആൾക്കാരെയും ഹോട്ടലിലൊക്കെ പോയി കാണുകയും ഒക്കെ ചെയ്തെങ്കിലും ഒന്നും എൻ്റെ ലീവ് കുറേ, എൻ്റെ ക്യാഷ് ലീവ് കുറേ പോയതല്ലാതെ വേറെ ഒന്നും നടന്നില്ല. പിന്നെ അത് നിർത്തി. ഞാൻ സ്വയം ചിന്തിച്ചപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ 2005 വീണ്ടും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഥ ആവശ്യപ്പെട്ടപ്പോൾ വീണ്ടും ഒരു മോഹം ഉദിച്ചു. പിന്നെ ശരിയായില്ല. പിന്നെ റിട്ടയർ ചെയ്തതിന് ശേഷം പിന്നെ അതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ ഒരു കഥ ഒരു കണ്ണൂരുള്ള ഒരു UFPC എന്ന് പറയുന്ന ഒരു സംഘടനക്ക് വേണ്ടിയിട്ട്
ഒരു കഥ പറഞ്ഞു. അതിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസറിനൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ അപ്പം അതിൻ്റെ ഒരു ഈ ഒറിജിനലല്ല, അതിൻ്റെ ഒരു ഫെയർ കോപ്പി ആ സംവിധായകൻ എന്ന് പറയുന്ന ആൾ കൊടുത്തിരുന്നു. പിന്നെ അയാൾ അതിൽ നിന്ന് ഒഴിഞ്ഞു. പിന്നെ ഇപ്പം എന്തായെന്ന് അറിയില്ല, അയാൾ പറഞ്ഞത് വേണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ആ മോഹമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഗോൾഡൻ സ്റ്റോമിലൂടെ എല്ലാവരുടെയും ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ശാന്തമായി ചേച്ചിട്ടുണ്ട് ആശംസ നൽകാൻ വേണ്ടി ആളുകളെ സാധിച്ചു. ആദരണീയനായ അധ്യക്ഷ, വേദിയിലിരിക്കുന്ന ഭരണ സമിതി അംഗങ്ങളെ, സദസ്സിലിരിക്കുന്ന കലാകാരന്മാരെ, കലാകാരികളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ശരിക്കും എനർജറ്റിക്കായ കുറച്ച് ചെറുപ്പക്കാരാണ് പുതിയ ഭരണസമിതി അംഗങ്ങൾ. അവർ നന്നായി ചെയ്തെടുക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ ഗോൾഡൻ സ്റ്റോമിൽ വന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ദോഷവും ഉണ്ടായില്ല. കാരണം ഞാൻ വെറും എഴുത്തുകാരിയാണ്, കവിയാണ്. കഥ എഴുതും, കവിതയാണ് മെയിൻ. പാട്ട് എഴുതാൻ വേണ്ടിയാണ് ഞാൻ സിനിമയിൽ ശ്രമിച്ചത് തന്നെ. അങ്ങനെ വന്ന് ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താ, ഒരു ആൽബം ചെയ്തു, ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, അടുത്ത് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് കഴിഞ്ഞൊരു വെബ് സീരീസ് ചെയ്യണം, അത് കഴിഞ്ഞ് സിനിമ ചെയ്യണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു മോഹം. അത് ഞാൻ ചെയ്തെടുക്കും. അത് തിരുവനന്തപുരത്ത് കുറച്ച് ആൾക്കാരെ ഇങ്ങനത്തെ, അതാണ് ഞാൻ ഇവിടെ പതുക്കെ മാറുന്നുണ്ട്. കാരണം ഇവിടെ വന്ന് സെറ്റപ്പ് ചെയ്യാനുള്ള അത്രയും ദൂരം. തിരുവനന്തപുരത്ത് ഞാൻ അതിനുള്ള എനിക്ക് കുറേ ആൾക്കാരുണ്ട്, സാഹിത്യത്തിലൊക്കെ ഒരുപാട് പ്രശസ്തരുണ്ട്. എനിക്ക് ഇന്നലെയും ഞാനൊക്കെ കാട്ടാക്കട മുഴുവനായിട്ടുള്ള കവിതയും വലിയ പരിപാടികളുണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ സജീവമാണ്. സിനിമയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ ഇപ്പം ഇടപെട്ട് വന്നപ്പോൾ അതൊരു ചെറുതായിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ അതിനോട് കൂടുതൽ ഇൻവോൾവ്ഡാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ജില്ല കൊണ്ടും ഗോൾഡൻ സ്റ്റോമിൽ എല്ലാവർക്കും വളരെ വിജയം ഉണ്ടാകട്ടെ. ഇനിയും ഏറ്റവും നല്ലൊരു സിനിമ എടുക്കാനും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ. എല്ലാവരുടെയും വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ഇനി ആർക്കെങ്കിലും ആശംസ അർപ്പിക്കാനുണ്ടെങ്കിൽ ഡോക്ടർ ഗർബാബ് പറയണോ? പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും മറ്റുള്ള പുതിയ ലീഡർഷിപ്പിനും എൻ്റെ ബെസ്റ്റ് വിഷസ്. ആൻഡ് കോട്ടയത്തിൻ്റെ കോർഡിനേഷന് വേണ്ടി എല്ലാ ഇത് സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. എൻ്റെ രീതിയിലും എൻ്റെ ഫാമിലിയുടെ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതും വന്നതും ഫിസിക്കലി. ജിൻസാറിൻ്റെ അടുത്തൊരു ഫ്രണ്ടാണ് ഞാൻ. ആ ഒരു സ്നേഹം സിയർ സാറിനെ പരിചയപ്പെടാൻ പറ്റി. കണ്ടിന്യൂ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്. ഈ പ്രാവശ്യം വന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അടുത്ത ഒരു പ്രോഗ്രാം വരുമ്പം, അതായത് ഒരു സിനിമ വന്നാലും ആദ്യമേ ഇവർക്ക് വേണം പ്രിഫറൻസ് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇതിൽ വന്ന ആളുകൾ, നാലാമത്തെ ആനുവൽ മീറ്റിംഗ് വന്ന ആളുകൾക്ക് വീട്ടിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത്. ആനുവൽ മീറ്റിംഗ് വന്നവർക്കായിരിക്കണം ഫസ്റ്റ് പ്രിഫറൻസ്. നമ്മൾ ഈ ഫസ്റ്റ് സിനിമ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ പുതിയ സമിതിയിലേക്ക് 2 വാക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ആളുകളെ സ്വാഗതം ചെയ്യും. പിന്നെ ഞാൻ വേറെ കാര്യം പറയുന്നത്, ഈ ഒരു ഭരണസമിതി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എല്ലാ ഒരു അനുഗ്രഹത്തോടുകൂടി ഈ ഗ്രൂപ്പിലെ ഉള്ള ആൾക്കാരെല്ലാം ഒരു പടമൊക്കെ ആലോചിച്ച് ഒരു എന്താ പറയുന്നത്, സമാധാനം ഇപ്പോൾ ഉടനെ ഇറങ്ങുള്ളൂ. അത് കഴിഞ്ഞ് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സംഘടന എങ്ങനെയും ഈ ആൾക്കാർക്ക് താഴെല്ലാം കൂടെ വളർത്ത് എടുക്കണം. പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവർക്കും പിന്നെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വന്നിട്ട് എന്റെ നന്ദിക്കര. എല്ലാവരും നമ്മളെ സ്നേഹിച്ച ആൾക്കാർ. കാര്യം എനിക്ക് പ്രത്യേകിച്ച് 1-2 പേര് നന്ദി. എല്ലാവരും പ്രത്യേകിച്ചൊക്കെ വന്ന ആൾക്കാരുണ്ട്. ഈ നമ്മുടെ പ്രിയപ്പെട്ട ഫർഹാൻ, ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമുക്ക് 2 ദിവസം മുമ്പ് വിളിച്ചു, സാർ ഞാൻ അവിടെ ഉണ്ട്, ഇന്നലെ രാത്രി തന്നെ വന്നു. അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹവും നന്ദി. പിന്നെ ഫൈസലിക്ക് അവരുടെ ഒറ്റ ചെല്ലുകളുടെ എന്ത് കാര്യത്തിലും
ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ ഓടിയല്ലോ എന്ന് ചോദിച്ചു. 3 ദിവസം എൻ്റെ കൂടെ ഓടി കാല് വൈകുന്നില്ലാതെ ഓടി നടന്ന് ഈ മുഴുവൻ നിയന്ത്രിച്ച് അദ്ദേഹം. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം പിന്നെ എല്ലാ പേരെടുത്ത് പറഞ്ഞ പ്രത്യേകിച്ച് വന്ന എല്ലാ സൗകര്യത്തിലും ആത്മാർത്ഥമായ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാണണം. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഇനി ഒരു സിനിമ ചെയ്തിരിക്കും. നമസ്കാരം. ഈ വർഷം 4 വർഷമായിട്ട് ഒരു വണ്ടി ഒരേ സ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ അഞ്ചാമത്തെ വർഷം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്താണ് പുതിയതായിട്ട് നിങ്ങൾ ചെയ്യുന്നത്? അതിന്റെ ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒന്നുകിൽ ഇപ്പൊ പറയട്ടെ, ഞങ്ങൾ ഗ്രൂപ്പിലൂടെ അറിയിക്കുക. അല്ല, ഇപ്പം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇനി നമ്മുടെ സംസ്ഥാനത്താണ് ഇപ്പം റിലീസ് ജൂലൈയില്. അപ്പൊ ഇപ്പൊ ഞങ്ങള് ഒരു പുതിയ നമ്മുടെ ഡയറക്ടർക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഒരു ഹൊറർ മൂവി ചെയ്യണമെന്നുണ്ട്. 2 പ്രോജക്റ്റ് കിട്ടുന്നുണ്ട് ഓൾറെഡി ഡയറക്ടർക്ക്. അത് ഞാനും അതിന്റെ പ്രൊഡ്യൂസറാണ്, ഗിരീഷേട്ടനുമാണ്. വേറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡിസ്കഷനും കാര്യങ്ങളെല്ലാം നടന്നു. പിന്നെ ഇന്ന് രാത്രി ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറെ കാണാൻ പോവാണ്. അപ്പൊ തീർച്ചയായിട്ടും 2026 ഇതിന്റെ ഉള്ളിൽ ഒരു 2 പടം ചെയ്യണമെന്നുണ്ട്. എല്ലാവരുടെ അത് ഞങ്ങളെ ഗ്രൂപ്പിൽ അറിയിക്കാം. അല്ല, ഇനി ഞങ്ങൾ എടുക്കുന്ന പ്രോജക്റ്റിൽ കൂടുതലും ഓവർടേക്ക് ചെയ്യണമെന്ന് വിചാരിക്കരുത്. ആക്ച്വലി എനിക്കൊരു നല്ല ലൈഫ് ഗോഡസോണിൽ കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് YMC മീറ്റിംഗില് ഞാനും ജിൻസാറും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചു പേരെ ഉള്ളായിരുന്നു. ഫസ്റ്റ് മീറ്റിംഗ് ആണ് നമ്മൾ വന്നത്. അപ്പൊ ഞാൻ ആക്ച്വലി ജിൻസാറിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് ജോസ് സാറിന്റെ. അപ്പൊ അത് പ്രതീക്ഷിച്ചാണ് ഞാൻ കയറിയത്. ലോങ് ടൈം ആയി. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെറിയ ബഡ്ജറ്റിൽ എടുത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് സിനിമ ചെയ്യാമോ എന്ന് ചോദിക്കാൻ വേണ്ടി ജിൻസാറിനെ ട്രിവാൻഡ്രത്ത് വരുമ്പോഴെല്ലാം ഞാൻ വിളിക്കും. സാറ് കലാഭവനിൽ ഡബിങ്ങിനാണെന്ന് പറയും. പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അങ്ങനെ കുറെ ഞാനും ഓട്ടോമാറ്റിക് നിങ്ങളെ പോലെ മനസ്സ് മടുത്തിരുന്നു. അങ്ങനെ ആ ഒരു നിമിഷത്തിലാണ് പിന്നെ സുനിസാർ ജിൻസാർ ഒരു മെസ്സേജിൽ സുനിസാർ ഒരു സിനിമ നമുക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെയാണ് ബഡ്ജറ്റ് ഇതാവും, പക്ഷെ നമുക്ക് വലിയ ക്വാളിറ്റിയിലൊന്നുമില്ല, ചെറിയ ഒരു OTT കൊടുക്കാനുള്ള മീൻസ് ഒരു 50 രൂപ ചാർജ് വരുന്ന ഒരു OTT കൊടുത്ത് നമുക്ക് ആ ഫണ്ട് തിരിച്ചെടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലായതുകൊണ്ട് തുടങ്ങി. പക്ഷെ നമ്മുടെ കൂടെ നിന്ന മ്യൂസിക് ഡയറക്ടർ നമ്മളെ കൊണ്ട് വലിയ പടം ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ആക്ച്വലി MG സുകുമാർ സാർ പാടിയപ്പോഴേ നമ്മുടെ ഗ്രാഫ് അങ്ങ് മാറി. നമ്മളെല്ലാവരും പുതിയ ആൾക്കാരാണ്. എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ A to Z ആ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. എന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഈ ഗോഡസ് ഹോമിൽ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. 1 രൂപ പോലും ഇതുവരെ വാങ്ങിച്ചിട്ടുമില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് എന്നെ അറിയാം. ഞാനിപ്പോ എന്ത് പ്രശ്നം കാണിച്ചാലും, എന്ത് ഷൗട്ട് ചെയ്താലും, എന്ത് കാണിച്ചാലും ഒരു വലിയ ബഡ്ജറ്റ് ഇതിൽ ഇറങ്ങി. അപ്പൊ ആ ബഡ്ജറ്റ് തിരിച്ചു കൊടുക്കേണ്ട കടമ എന്റേതാണ്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ സിനിമ ചെയ്തിട്ടുള്ളത്. എന്താ പറയാ, ജൂലൈ എന്ന് പറയുന്നത് എന്റെ ഒരു ഭയങ്കരപ്പെട്ട ദിവസമാണ്. ആ ഒരു ജൂലൈയിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഗോഡസ് ഹോമിൽ ഇപ്പം എന്നെ ഇന്ന് നിർബന്ധിച്ച ഇന്നെനിക്ക് വൈകുന്നേരം 2 മീറ്റിംഗാണ്. ഒന്ന് നമ്മുടെ സിനിമയുടെ പാട്ടിന്റെ സെയിലിന് വേണ്ടി ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കാണാൻ പോകണം, അത് കഴിഞ്ഞ ഒരു പ്രൊഡ്യൂസറെ കാണാൻ പോകണം. അപ്പൊ ഇത് സുനിൽ സാർ ഗിരി സാർ വന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതാണ്, കാറെടുത്ത് വന്നതാണ്. അപ്പോൾ എന്റെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇത്ര ആൾക്കാരല്ല, ഇനിയും ഇതിലുള്ള ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരണം. അതിന് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ അവിടെ അവതരിപ്പിച്ചു. നമ്മുടെ പഴയ ഡിവിഡന്റ് ഫണ്ട്, ഇപ്പൊ ഗൾഫിലുള്ളവരും എല്ലാവരും എന്തായാലും ഒരു ചെറിയ ഡിവിഡന്റ് ഫണ്ട് പ്രതീക്ഷിച്ചായിരിക്കും. അത് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഇവിടെ സംസാരിച്ചത്, നിങ്ങൾക്കിപ്പോൾ നമ്മളെ വിശ്വാസമായെന്ന് തോന്നുന്നു, ഇത് നിങ്ങൾ വേണം പ്രൊമോട്ട് ചെയ്യാൻ. ഈ ഗ്രൂപ്പിൽ നിങ്ങൾ വേണം ഡിസ്കസ് ചെയ്യാൻ. നമുക്കൊരു ചാൻസ് തരിക, നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ നടത്തി തരാം എന്നുള്ള ഒരു ഉറപ്പാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും പേര് പോരാ, ഈ ഗ്രൂപ്പിനെ വീണ്ടും ഉണർത്തണം. വീണ്ടും പുതിയ ആൾക്കാർ കയറി ഇതൊരു വലിയ പ്രസ്ഥാനമായിട്ട് മാറണം. അത് നമ്മളെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. ഈ നമ്മൾ ഇത്രയും പേര് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. കാര്യം ഞാനിപ്പോ ഈ ഗ്രൂപ്പിൽ കയറിയപ്പോ തന്നെ മഹേഷ് ബബ്ബേല് ഒന്നടിക്കോ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത പുള്ളിയാണ്. ജിൻസാറിന്റെ വീട്ടിന്റെ അടുത്തുള്ള ആളാണ്. അപ്പോ പുള്ളിക്കാരന് കുറെ കോണ്ടാക്ട്സ് ഉണ്ട്.
ഞാൻ പറഞ്ഞു എനിക്ക് വേണം, എന്നെ ഹെൽപ്പ് ചെയ്യണം, ഗോൾഡൻ സോങ്ങിന് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ സപ്പോർട്ടൊക്കെയാണ് എനിക്ക് ആവശ്യം, നമ്മുടെ ടീമിന് ആവശ്യം. നമ്മളെ ഈ ടീം വളരണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ ഈ ടീം വളരുള്ളൂ. അത് നമ്മൾ മാത്രം പ്ലാൻ ചെയ്ത് നമ്മൾ മാത്രം ഗ്രൂപ്പ് ഇട്ടിട്ട് കാര്യമില്ല. കാര്യം നമുക്ക് ഇതിൽ ഒരുപാട് അവസ്ഥകൾ പെട്ടിട്ടുണ്ട്. ഒറ്റ ദിവസം പൈസ കുറയ്ക്കാൻ വേണ്ടി സംഹാര താണ്ഡവത്തിൽ ഒറ്റ ഓഡീഷൻ വെച്ചാൽ മതി, നമുക്ക് ഇതിൽ നിന്ന് ആൾക്കാരെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ 3 ഓഡീഷനായി. ഒരു ദിവസത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 50,000 രൂപ, ഫുഡ്, അവിടെ സ്റ്റേ, അവിടുത്തെ ഫുൾ ബിൽഡിങ്ങിന്റെ എല്ലാം. അപ്പം 2 ദിവസമായപ്പോൾ നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ പോയി. നമ്മൾ ഒറ്റ ദിവസം പ്ലാൻ ചെയ്ത കാര്യം 3 ദിവസം പോയത്. അപ്പൊ അത്രമാത്രം വർക്കിനോട് സംസാരിക്കാൻ, ചാറ്റ് ചെയ്യാനും കാര്യങ്ങളും എല്ലാവരും ഓക്കെയാണ്. പക്ഷെ ഒരു കാര്യത്തോട് അടുക്കുമ്പോൾ ആരുമില്ല. അത് മനസ്സിലെ ഫീലാണ് വരുന്നത്. നമുക്ക് ഇത് കയ്യിൽ നിന്ന് പോയത് മൊത്തം ആ സോങ് വലിയ ലെജൻസ് പാടി വന്നപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയതാ സിനിമ. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെന്റ് എടുക്കാതെ തന്നെ ക്യാമറ യൂസ് ചെയ്യാം. ആ ക്യാമറയൊക്കെ നമ്മളിലുണ്ട്. പക്ഷെ അതിനനുസരിച്ചിരിക്കും. ഫസ്റ്റ് എന്ത് പറയാ, സത്യസന്ധമായിട്ട് പറയണം, ഗോൾഡൻ സോങ്ങിനെ വെച്ചെടുക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ആദ്യത്തെ പ്ലാൻ. നമ്മൾ തുടങ്ങിയതും അങ്ങനെയാണ്. സിയാ ബാബ സാറിന് അറിയാം, നമ്മൾ 5 സ്ക്രിപ്റ്റ് റൈറ്ററിനെ വിളിച്ചു, ഇല്ല സാർ. അതിൽ വന്നിട്ട് 5 പേരിൽ 2 പേരാണ്, ബാക്കി എല്ലാവരും വെറുതെ വന്നിരുന്ന് ആഹാരം കഴിച്ച് പ്രൊഡ്യൂസർ വന്ന് വെരട്ടിയാ വിട്ടാറ്. അതെല്ലാം ഓപ്പണാണ്, ഇതെല്ലാം ഓപ്പൺ, ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാം. അത് അങ്ങനെയുള്ള ടീമായിരുന്നു നമുക്കുള്ളത്. അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ ഒരു സിനിമ ചെയ്തപ്പോൾ ഇതിൽ ആര് നമ്മളെ കൂടെ നിൽക്കും, ആര് നമ്മളെ കൂടെ വർക്ക് ചെയ്യുമെന്ന് നമുക്കൊരു ക്ലിയർ കട്ടായി. അപ്പൊ ഇത് ഇനിയുള്ള പ്രതീക്ഷകളാണ്. ഇനി ആരൊക്കെ നമ്മളെ കൂടെ നിൽക്കുമെന്ന് നമുക്കിപ്പോൾ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അവരെ വെച്ച് നമ്മൾ അടുത്ത പടം ചെയ്യും. അത് വിശ്വാസത്തോടെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടോടെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇതിലിപ്പോ വിട്ട് നിൽക്കുന്നവരെ പറഞ്ഞ്, ഇപ്പോ എനിക്ക് ഈ ഗോൾഡൻ സോങ്ങിൽ പരിചയമുള്ള 2 or 3 പേരെ കാണും. അവരെ നമ്മൾ സംസാരിച്ച് എല്ലാം ഓക്കെയാണ്, നമുക്കൊരു ചാൻസ് കൊടുക്കാം, നിങ്ങൾ തിരിച്ചു കയറി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ പോയവരെല്ലാം തിരിച്ചു വരും. ദാറ്റ്സ് ഓൾ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റിയാണ് സജഷൻ ഉള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ ഗ്രൂപ്പിൽ ഒരു ദിവസം നമ്മൾ നോക്കിയില്ലെങ്കിൽ പിറ്റേ ദിവസം 100-150 മെസ്സേജുകളാണ്. നമുക്കത് ഈ വോയിസ് മെസ്സേജ് ആയതുകൊണ്ട് നമുക്കത് അവരെന്താ പറയുന്നത് കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ടാവും. പക്ഷെ അതൊരു 5 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് നമ്മുടെ മണിക്കൂറോളം നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു വോയിസ് മെസ്സേജ് ഒരാൾക്കിടാം, ബാക്കിയെല്ലാം എഴുതിയിടുമ്പോൾ ആൾക്കാർ കൂടുതൽ മടി കാണിക്കും. ഇത് ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരുന്ന് വൈകുന്നേരം ആകുമ്പോൾ ആ സമയമൊക്കെ ഒരുപാട് വോയിസ് മെസ്സേജാണ്. അപ്പോൾ നമ്മൾ പിൻ ചെയ്ത് ഈ നിർദ്ദേശങ്ങൾ നമ്മൾ പിൻ ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിന്റെ മുകളിൽ സൂക്ഷിക്കാം. എന്നിട്ട് അത് ബാക്കി വോയിസ് ഇടുമ്പോൾ 2ാമത്തെ വോയിസ് ഇടുമ്പോൾ അത് ഡിലേറ്റായി കളയാം, അഡ്മിൻ ഡിലേറ്റായി കളയാം. അതിന് കറക്റ്റായിട്ട് റീസൺ ആദ്യം ഒരു സജഷനായിട്ട് കൊടുത്തിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കിത് ഇത്രയും 100-150 വോയിസ് മെസ്സേജ് കേട്ട് വരുമ്പോൾ ഒരു ദിവസം പോകും നമ്മുടെ. അപ്പൊ അതൊന്ന് ഈ ഭരണസമിതി ഒന്ന് ശ്രദ്ധിക്കണം. ഒരെണ്ണൂടാം ബാക്കി നമുക്ക് എഴുതിയിട്ടൂടെ. എഴുതിയിടുമ്പോൾ ഇപ്പൊ എന്നെ പോലുള്ള എഴുതിയിടാൻ മടിയാണ്. എഴുതിയിടാൻ മടിയുള്ളവര് ഇതുപോലെ അനാവശ്യമായിട്ടില്ല. അനാവശ്യ ചർച്ചകൾ കഴിഞ്ഞ ദിവസം എന്താണ് ഒരു പേര് വന്നിട്ട് നിന്ന് കത്തുന്ന കടന്നു പറഞ്ഞ് വെറുതെ ചർച്ച 10-100 മെസ്സേജാണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒഴിവാക്കാൻ നമ്മളിപ്പോ കയറിയതേ ഉള്ളൂ. അപ്പൊ അതിന് ഞാൻ ഇപ്പൊ നമ്മളിവിടെ ചർച്ച വന്നപ്പോ അതിനൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോ നമ്മളിതില് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ഇവരെ ഫോൺ നമ്പർ നമ്മൾ ആ പുള്ളിയായിരിക്കും ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഹാൻഡിൽ ചെയ്യുന്നത്. ആ പുള്ളിയുടെ പേര് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ പുള്ളി എന്താണോ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ ബാക്കിയുള്ളവർ എന്താണോ പറയാൻ അറിയാമല്ലോ, ഗ്രൂപ്പാണ്, പലർക്കും പല രീതിയിൽ വോയിസ് ഇടുന്നവരുണ്ട്. ചിലപ്പോൾ വോയിസ് ഇടുന്നവരെ കാണത്തുള്ളൂ, എഴുതാൻ അറിയാമല്ലോ, മലയാളമോ ഇംഗ്ലീഷോ ടൈപ്പ് ചെയ്യാൻ പാടുള്ളവർ വോയിസ് ഇടും. അതപ്പോ നമുക്ക് അത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അത് ചാർജ് ഇപ്പൊ നമ്മൾ കൊടുത്തേക്കുന്നത് വൈസ് പ്രസിഡന്റ് അൻസാർ ചേട്ടനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ പുള്ളിക്കാരന്റെ പേര് നിങ്ങൾ ഒരു നമ്പർ സേവ് ചെയ്താൽ മതി. അപ്പൊ പുള്ളി എന്താണോ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ബാക്കിയെല്ലാം നിങ്ങൾക്ക് വേസ്റ്റാണ്, തർക്കങ്ങൾ കാണും, അതിനുള്ളതാണ്. അപ്പൊ പുള്ളിക്ക് ഇപ്പൊ അറിയാം 5 മിനിറ്റ് സംസാരിച്ച് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പം അതിനെ ഷോർട്ട് ആക്കിയിട്ട് 2-3 വേർഡായിട്ട് ചുരുക്കിയത് 2 മിനിറ്റിന്റെയോ 1 മിനിറ്റിന്റെയോ അങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ചർച്ച എന്താണ്. അപ്പൊ നിങ്ങൾക്ക് അത് അനാവശ്യമായിട്ട് നോക്കിയാൽ നിങ്ങൾ അത് കേൾക്കണ്ട, ആവശ്യമുള്ളത് മാത്രം നിങ്ങൾക്ക് കേൾക്കാം. കാര്യം നമുക്കത് മറുപടി
ഗ്രൂപ്പ് ആകുമ്പോൾ അപ്പൊ നമ്മൾ ഇതിൽ വേറെ ആരും മെസ്സേജ് ഇടുന്നില്ല. പുള്ളിക്ക് അതിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പുള്ളിയായിരിക്കും ആ ഗ്രൂപ്പ് ഹാൻഡിൽ ചെയ്യുന്നത്. നമസ്കാരം. എന്തായാലും ഗ്രൂപ്പിന്റെ മെസ്സേജിന്റെ വിഷയത്തിൽ നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാം. അനാവശ്യമായ ചർച്ചകൾ ഒഴിവാക്കാം. കഴിഞ്ഞ 4 വർഷത്തെ അനുഭവങ്ങൾ ഇനിയുള്ള വർഷങ്ങളിൽ നമ്മുടെ ഒരു പാഠമായിട്ടുണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എനിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തം നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വന്ന അനുസരിച്ച് പോകാനുള്ളത് 5 മണിക്ക് വണ്ടിയാണ്. അവിടെ എല്ലാവരുടെ അനുഭവത്തോടെ ഞാൻ പോവുകയാണ്. ഈ ഭാവിയുടെ അതിനോടൊപ്പം ഞാനുണ്ടാവും. പൂർണ്ണ സമ്മതം മനസ്സോടി എല്ലാവർക്കും പോകാനുള്ള നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും എഴുതിച്ച് നമുക്ക് ദേശീയ പാടി നമുക്ക് നമ്മുടെ പ്രോഗ്രാം जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु